എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ച കാണിക്കുന്ന അനന്തപുരിയിലെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ്. അനിയുടെ അനാമികയുടെ വിവാഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തുവാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് പ്രശസ്തനായ പാചക വിദഗ്ധന ഷെഫ് പിള്ള അതേ അങ്ങോട്ട് വരുന്നുണ്ട്. ഷെഫ് പിള്ളേനെയൊക്കെ അതേക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, വലിയ പാചകക്കാരനാണ്. അപ്പൊ അദ്ദേഹം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കല്യാണത്തിന് മുമ്പായിട്ട് കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ അനന്തപുരി തറവായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, സ്ത്രീകളോടെല്ലാം അങ്ങനെ മേക്കപ്പ് ചെയ്തോളാനും പറഞ്ഞിട്ട് മൂർത്തി മുത്തശ്ശനും ആദർശും അനി എല്ലാരും കൂടെ നേരെ അടുക്കള കയറി പാചകം ചെയ്യാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ആദർശനൊക്കെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഫുഡ് ഉണ്ടാക്കാൻ നേരം വേണമെന്നൊന്നും അറിയത്തില്ലോ. അങ്ങനെ അവരവിടെ കിടന്ന് പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഷെഫ് വരുന്നത്. പിള്ള കാരണം പിള്ള സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മൂർത്തി മുത്തച്ഛന്. കല്യാണത്തിനെ കുറിച്ച് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട്, സദ്യനെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ള സാർ അങ്ങോട്ട് വരുക. വന്നു കഴിയുമ്പോൾ മൂർത്തി മുത്തച്ഛൻ അകത്തേക്ക് ആനയിച്ചുകൊണ്ട് പോവാണ്. പിന്നീട് കല്യാണത്തെക്കുറിച്ചൊക്കെ പറയാണ്. കല്യാണം നല്ല ഗംഭീരമായിട്ടാണ് നടത്തുന്നത്. അപ്പൊ സദ്യയൊക്കെ അതുപോലെ തന്നെ ഗംഭീരമാണ്. അപ്പം എന്തൊരു ഒരു കുറവ് വരുത്തലെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുവാണ്. പിന്നീട് അദ്ദേഹം അടുക്കളയിലേക്ക് വരുവാണ്. മൂർത്തി മുത്തശ്ശൻ അന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇന്ന് ഞങ്ങൾ ആണുങ്ങളാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. പിന്നെ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ വശമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് കൊണ്ട് അറിയാവുന്ന പോലെ ഞങ്ങൾ ചെയ്യുവാന്ന് പറയണേ. പിന്നീട് ഷെഫ് വന്നിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷെഫും കൂടെ കൂടിയിട്ട് അടുക്കള നല്ല വിഭവ സമൃദ്ധമായൊരു സദ്യ തന്നെ ഉണ്ടാക്കുവാണ്. പിന്നീട് എല്ലാരെയും മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേന് അവർക്കായിട്ട് വലിയൊരു വിരുന്ന് തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും കൂടെ നല്ല രുചിയോടെ ആഹാരമൊക്കെ കഴിക്കുകയാണ്. സന്തോഷമായി. നയനയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആദർശന് വല്ലാത്തൊരു തന്നെ. കാരണം ഇതിനു മുമ്പ് നയന ഇത്ര നല്ല ഡ്രസ്സൊന്നും ഇട്ട് കണ്ടിട്ട് പോലുമില്ല. അവള് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിസുന്ദരിയായിട്ടെന്ന് നയനയോട് ആദർശ് പറയുകയും ചെയ്തു. പിന്നീട് അതുപോലെ തന്നെയായിരുന്നു ജലജയുടെ ദേവേനയുടെ എല്ലാവരുടെയും കാര്യമാണെങ്കിലും എല്ലാവരും ആളാകെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ പോലെ ഒന്നുമല്ല, വീട്ടിലിരിക്കുന്ന പോലെ ഒന്നുമല്ല, കൂടുതൽ മേക്കപ്പ് ചെയ്ത അതിസുന്ദരിമാരായിട്ടായിരുന്നു ഓരോരുത്തരും നിന്ന്. എന്തിനേറെ പറയുന്നു, മുത്തശ്ശിനിക്ക് പോലും ഭയങ്കര മാറ്റമായിരുന്നു. മുത്തശ്ശനാണെങ്കിൽ ഒന്ന് കളിയാക്കുകയും ചെയ്തു മുത്തശ്ശിനെ. ആഹാ, ഇങ്ങനെയാണല്ലോ, കൊള്ളാലോ, ഇപ്പൊ തന്നെ കണ്ട ഒരു 10-30 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയണം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, വെറുതെ എന്നെ കളിയാക്കുകയൊന്നും വേണ്ട, എന്റെ പ്രായം കുറയ്ക്കാനും നോക്കണ്ട. അതെ, എനിക്ക് ഇച്ചിരി പ്രായം കൂടുതലാന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ ഒന്നിലും ഒരു കുറവില്ലാന്ന് പറയണം. ഇത് കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്നത് ഞാനാ, എപ്പോഴാ ഏത് നേരത്താന്ന് പറയാൻ പറ്റില്ല. പിന്നെയാണ് ഇത് കേട്ടതും പെട്ടെന്ന് നയനോട്, ഇതേ മുത്തശ്ശി അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. ആദർശം ശരിയാ, ഇതേ ഈ വീട്ടിലെ ഏറ്റവും ചെറുപ്പക്കാരെയും ചുറുചുറുക്കുള്ള ആളാന്നറിയോ, ആളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുത്തശ്ശിയാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരും ചിരിക്കുവാണ്. പിന്നീട് ഷെഫിന്റെ കൂടെ ഇരുന്ന് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ നന്നായിരുന്നു പറഞ്ഞ ശേഷം ഷെഫ് പോവാണ്. ഇനിയിപ്പോ കല്യാണത്തിന്റെ സദ്യക്ക് ആ സമയത്ത് കാണാന്നൊക്കെ പറഞ്ഞ് പിന്നീട് കല്യാണത്തിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ നടത്തുക. ഈ സമയത്ത് ആദർശ് നയനയെ വിളിച്ചോണ്ട് പോവാണ്. നയനയെ വിളിച്ചിട്ട്, അതെ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്താ ആദർശേട്ടാ, കാര്യം എന്താ? അല്ല, അതിപ്പം ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഗിഫ്റ്റ് അനിക്കാ? അതെ, കാരണം നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ അത് മോശക്കേടാന്ന് തോന്നിയാൽ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ ഒരു സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട്, അത് നീ അമ്മയുടെ കൊണ്ട് ആരും അറിയാതെ കൊടുക്കണം. നീ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മ മേടിക്കാതിരിക്കത്തില്ല. പിന്നെ കൊടുത്താൽ മതി, അമ്മ തന്നാന്നും പറഞ്ഞോണ്ടേ കൊടുത്താൽ മതി എന്ന് പറയാണ്. ഈ സമയം നായർ പറഞ്ഞേ അത് ശരിയാവത്തില്ല, കാരണം ഇവിടെ എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് അത്രയും കൊടുക്കാനുള്ള പാങ്ങൊന്നും ഇല്ലാന്ന്. അപ്പൊ ആ കള്ളത്തരം കാണിക്കുക ശരിയല്ല ആദർശേട്ടാന്ന് പറയണ. അതൊന്നും കുഴപ്പമില്ല നയനെ, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരൊന്നും കൊടുത്തില്ലെങ്കിൽ ഒന്ന് ഇനിയിപ്പോ അനാമിയോ ഓർത്താലോ എല്ലാവരും മുന്നിൽ നാണം കണ്ട വരത്തില്ലേ, അതൊന്നും പ്രശ്നമില്ല. അതെ, അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും അമ്മ കൊടുത്തോട്ടെ. ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ആദർശേട്ടൻ വിഷമിക്കണ്ട. പിന്നെ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് 2 പേർക്കെന്ന് പറയണേ. നീ എന്ത് ഗിഫ്റ്റാ കൊടുക്കണേ? അതൊക്കെ ഞാൻ കൊടുത്തോളാം, അതിനെക്കുറിച്ച് ഓർത്ത് ആദർശേട്ടൻ തല ഉണ്ടാക്കണ്ടെന്ന് പറയണം. ശരിയെന്ന് പറയാ. പിന്നീട് അനിയുടെ ഫോണിലേക്ക് മിഥുൻ വിളിക്കുവാണ്. മിഥുൻ വിളിച്ചിട്ട് പൈസയുടെ കാര്യം ആവശ്യപ്പെടുക. ഇത് കേട്ടതും അനി പറഞ്ഞു, ഇതേ എൻ്റെ ഈ ഒന്നാമത്തെ കാര്യം പൈസ ഇല്ല. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നീ ഇങ്ങനെ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനായിട്ടാ, എൻ്റെ ഈ പൈസ ഇല്ല കേട്ടോ എന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിവിടെ നിൽക്കണമെങ്കിൽ ഇനി പൈസ വേണമെന്ന് പറയാം. ഇത് കേട്ടതും അനി പറഞ്ഞു, ഇനിയിപ്പോ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നീ ചെയ്തോ, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ കൂട്ടിയാൽ കൂടില്ല എന്ന് പറയാം. ആകെപ്പാടെ എനിക്ക് ടെൻഷനായി. ഫോൺ വെച്ച് കഴിയുമ്പോൾ അനി ഇങ്ങനെ ആലോചിക്കുക, എങ്ങനെ മിഥുനെ ഒന്ന് ഒഴിവാക്കിയേ പറ്റുള്ളൂ. എങ്ങനെ ഒഴിവാക്കുന്നേ? അവൻ ഇടഞ്ഞിട്ടുണ്ട്, ആ പാടെ പ്രശ്നമാ. ഇവിടെ വന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ മിക്കവാറും അകത്താവും. താൻ പിന്നെ ഇവിടെ ഈ അനന്തപുരി തറവാടിൽ ഉണ്ടാകത്തില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, തനിക്കും ചെയ്യുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ.
ഇപ്പൊ എത്ര രൂപ കൊടുത്തെന്ന് പോലും എനിക്കാണൊരു കയ്യും കണക്കില്ല. അവൻ ഓരോ ദിവസം ഇങ്ങനെ പൈസ ചോദിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ തല പൊഞ്ഞിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ട് ഇരുന്നു. ജലജ വന്നിട്ട് എന്താടാ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണ നിക്ക്? ഒന്നുമില്ല. എടാ അതെ നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ഒരു മിഥുൻ എന്ന് പറഞ്ഞ. ആ ഉണ്ടായിരുന്നു. അതെ അവനെ വിളിക്കാൻ പറയണം. എന്തിന്? അത് എത്രയും പെട്ടെന്ന് ആ നവ്യ എന്ന് പറയുന്ന അവളുണ്ടല്ലോ, അവൾ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാൻ പറയാ എന്ന് പറയണേ. നവ്യനെ കടത്തിക്കൊണ്ട് പോകാനാ? അമ്മ എന്തൊക്കെ വർത്താനെ പറയണേന്ന് ചോദിക്കും. അതേടാ മോനെ, ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. എങ്ങനെ ഈ കല്യാണമൊക്കെ ഒന്ന് മുടക്കണം. അപ്പൊ അതിന് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. നമ്പിക്കിട്ടൊരു പണിയും കൊടുക്കുകയും ചെയ്യാം. നല്ല കാര്യമല്ലേന്ന് പറയാ. അമ്മേ അത് വല്ലതും നടക്കുന്ന കാര്യമാണോ? പിന്നല്ലാതെ നീ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു. ഈ തവണ ഒരു കാര്യം ചെയ്യാം, ഞാൻ പൈസ തരാന്ന് പറയാം. അവൻ കൊടുക്കാനുള്ള 10 ലക്ഷം രൂപ തരാം. 10 ലക്ഷം രൂപ ഓഫർ ചെയ്തേരെ. അവളെ കടത്തിക്കൊണ്ട് പോകണം, അത് മാത്രം എനിക്ക് വേണ്ടെന്ന് പറയാ. ഇത് കേട്ടതും അപ്പയ്ക്ക് സന്തോഷമായി. കാരണം 10 ലക്ഷം രൂപ അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ അവനെ വിളിച്ചു വരുത്തുവാണെങ്കിൽ അവൻ നവ്യനെ കടത്തിക്കൊണ്ട് പൊക്കോളും. അങ്ങനെയാണെങ്കിൽ 10 ലക്ഷം രൂപ അമ്മ തരുകയും ചെയ്യും, തൻ്റെ കാര്യം സേഫ് ആവുകയും ചെയ്യും. പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് ജലജി അങ്ങോട്ട് പോയ ഉടനെ അതിന് നേരെ മിഥുനെ വിളിക്കണം. മിഥുനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് വരണം. പിന്നെ 10 ലക്ഷം രൂപയുടെ കാര്യം അതോർത്ത് നീ പേടിക്കണ്ട, നിനക്ക് ഞാൻ പൈസ തരാം. പക്ഷേ ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറയാ. ഇത് കേട്ട മിഥുൻ ചോദിച്ചു, എന്താ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം, ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ല. നീ ഇങ്ങോട്ട് വാ, പിന്നീട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണ്. അങ്ങനെ ഫോൺ വിളിക്കുവാണ്. ഈ സമയം അനി മനസ്സ് വിചാരിച്ചു, ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല. നവ്യ അവൾ എത്രയും പെട്ടെന്ന് തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ രക്ഷപ്പെട്ടു. പോരാത്തിന് ഇപ്പോൾ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ഇപ്പൊ തനിക്കാണെങ്കിൽ അവളെ ഡിവോഴ്സ് ചെയ്യാനും പറ്റത്തില്ല. അവൻ വന്ന് തട്ടിക്കൊണ്ട് പോകണേ രക്ഷപ്പെട്ടു. പിന്നെ അവളുടെ ശല്യം ഉണ്ടാകത്തില്ല. എവിടെയെങ്കിലും കൊണ്ട് തീർത്ത് കളഞ്ഞാൽ മതി. പിന്നെ ഇപ്പൊ ഒന്നും നോക്കേണ്ട കാര്യമില്ല. താൻ സേഫ് ആയിക്കോളുകയും ചെയ്യും. തന്റെ പേരിലൊരു കുറ്റം വരാനും പോകുന്നില്ല, ആരും ഒട്ട് അറിയാനും പോകുന്നില്ലെന്ന് അവ വിചാരിക്കുകയാണ്. ഈ സമയത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്ത് നടക്കണം. കല്യാണ വീടല്ലേ, അപ്പൊ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ നയനെ നോക്കിക്കഴിയുമ്പോഴത്തേനും ദേവേനയാണ് ആകെപ്പാടെ ബുദ്ധിമുട്ടി ഇറങ്ങി നടക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? ഒരു വയ്യായിക പോലെ തോന്നുന്നുണ്ടല്ലോ. കുറെ സമയം നെഞ്ചൊക്കെ തടവിക്കൊണ്ട് നടക്കുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് പ്രശ്നമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഉണ്ട്. പക്ഷെങ്കിൽ ഇപ്പൊ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ തന്നോട് ദേഷ്യപ്പെട്ടാലെന്ന് ഓർത്തുകൊണ്ട് നയനെ അങ്ങോട്ട് അടുത്തേക്ക് പോയില്ല. പക്ഷെ നയനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദേവേനെ ഇടയ്ക്ക് ഇങ്ങനെ ചങ്ക് തിരുമുന്നൊക്കെ. ഈ സമയം ദേവേനെ മനസ്സ് വിചാരിച്ചു, എന്തോ ഒരു വിഷമമുണ്ട്. പക്ഷെ ആരോടെങ്കിലും പറയണോ? വേണ്ട. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടെൻഷനാവും. ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും. 100 പ്രശ്നങ്ങളും. അതൊന്നും വേണ്ടാന്ന് ഓർത്ത് ദേവേനെ അതിങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് അവരോട് നടക്കുവാണ്. ഈ സമയത്താണ് അങ്ങോട്ട് നന്ദുവും ഗോവിന്ദനും കൂടെ വരുന്നത്. കാരണം നന്ദുവിനെ കണ്ടു കടന്ന് അതിനെ ഓടിച്ചെല്ലാണ്. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കണം. അതങ്ങനെ നന്ദുവിനെ കൊണ്ട് അങ്ങനെ അകത്തേക്ക് കയറി വരിക. നന്ദുവിന് വല്ലാത്ത വിഷമ. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനിയും കൂടെ അങ്ങോട്ട് ചെന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. നന്ദു കയറി വരാനും പറഞ്ഞിട്ട് വിളിക്കുവാണ്. കാരണം നന്ദു വരുമെന്ന് പോലും പ്രതീക്ഷയില്ല. എന്നാലും അനിയുടെ ഉള്ളിലൊരു വിഷമമുണ്ട്. പക്ഷെ അത് അനി പുറത്ത് കാണിക്കുന്നില്ല. ഇനിയിപ്പോ താനായിട്ട് നന്ദുവിനെ വിഷമിപ്പിക്കണ്ട എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അനിയെ കണ്ടതും ഇത്ര സമയം മനസ്സിലുണ്ടായിരുന്ന ധൈര്യം മൊത്തം ഒറ്റ നിമിഷം കൊണ്ട് ചോർന്നു പോയൊരവസ്ഥയായിപ്പോയി. പിന്നീട് കനക വന്നിട്ട് ചോദിച്ചു, അല്ല നന്ദൂട്ടാ നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണേ? നീ എന്താ ഫുഡൊന്നും കഴിക്കാറില്ലെന്ന് ചോദിക്കുക. ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു, അവള് കഴിക്കുന്നുണ്ട്. അവൾ ഈ ഇടയായിട്ട് ഫുഡ് പോലും ശരിക്കും കഴിക്കുന്നില്ല എന്റെ കനകയെന്ന് പറയാണ്. എന്താ നന്ദൂട്ടാ നീ ഫുഡ് കഴിക്കാതെ? ഞാൻ പറഞ്ഞിട്ടില്ലേ നന്ദ വേണം ഫുഡ് കഴിക്കണം എന്നൊക്കെ? ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഈ അച്ഛനെ വെറുതെ തോന്നുന്ന അമ്മയെന്ന് പറയാണ്. അങ്ങനെ അവര് വർത്താനം പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി വരുക. ഈ സമയം എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. നന്ദന് മുഖത്തേക്ക് നോക്കുമ്പോഴത്തേനും മുഖത്ത് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അവളുടെ മനസ്സിൽ താനുണ്ടാവോ? ഇനിയിപ്പോ അവൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഇരിക്കണേ? തന്നെ വേണ്ടാന്ന് പറഞ്ഞൊക്കെ ആ ഒരു ചിന്ത ഉണ്ടാവുക. പക്ഷെ നന്ദുവിനാണെങ്കിൽ അനിയെ കണ്ടു കഴിയുമ്പോൾ ഓരോ നിമിഷവും തന്റെ മനസ്സിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോകുന്നല്ലേ തോന്നേ. ദൈവമേ എനിക്കറിയത്തില്ല. ഒരു പക്ഷെ വരണ്ടായിരുന്നു ഇങ്ങോട്ട് ഈ കല്യാണത്തിന്. വരാതിരിക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ നന്ദുവിന് ഭയങ്കര വിഷമമായിട്ട് നന്ദു അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുവാണ്. അങ്ങനെ മാറിപ്പോയി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനി അങ്ങോട്ട് വന്നിട്ട്, എന്താ നന്ദു നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല. എന്താ? ഞാൻ ഒരു കാര്യം ചെയ്ത് സത്യം പറയുമെന്ന് ചോദിക്കുക. എന്താ നിന്റെ മനസ്സിലെ വിഷമം എന്താ? നീ എന്നോടൊന്ന് തുറന്നു പറയാന്ന് പറയാണ്. പെട്ടെന്ന് നന്ദു പറഞ്ഞു, എനിക്കൊരു വിഷമമില്ല. വെറുതെ എന്നോട് കള്ളത്തരം പറയണ്ട. എന്തോ പ്രശ്നമുണ്ട്. കാരണം ഇനിയിപ്പോ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. എന്നെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച്. കാരണം മുമ്പൊന്ന് നന്ദു പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമില്ല, നിന്നെ ഫ്രണ്ടായിട്ടാ കാണുന്നതെന്ന്. പിന്നെ അങ്ങനെ തന്നെ എങ്ങനെ ചോദിക്കുന്നേ? ഈ സമയം ജലജ അങ്ങോട്ട് വന്നു. ജലജ വന്നപ്പം നന്ദു അനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സംസാരം കണ്ടപ്പോൾ ജലജയ്ക്ക് ചെറിയ സംശയം. ഇവരെന്താ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തോ കാര്യമായിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ വല്ല ലൈൻ കേസും ആണോ? പറയാൻ പറ്റില്ല. എന്താണ് ഇവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുക തന്നെ. അങ്ങനെ ജലജ അവിടെ സ്ഥാനം ഉറപ്പിച്ചു. ഈ സമയം നന്ദുവിന്റെ കയ്യിലേക്ക് അനി പിടിച്ചിട്ട് പറഞ്ഞു, അതെ നിനക്ക് എന്താ പറ്റിയത്? നീ എന്നോടൊന്ന് തുറന്നു പറ നന്ദു.
എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറ. അതെ, എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്നുള്ള കാര്യം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കനക അങ്ങോട്ട് വന്നു. കനക കണ്ടിത്. കനക നോക്കി കഴിയുമ്പോൾ ജലജ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് കനക വന്നിട്ട് നന്ദുവിന്റെ കയ്യിൽ ഇങ്ങ് പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ എന്ത് നോക്കി നിൽക്കാന്ന് ചോദിക്കാം. എന്താമ്മേ? അതെ, അവിടെ അച്ഛന് മേലെന്ന് വേണം. അച്ഛൻ എന്ത് പറ്റി? അച്ഛൻ എന്തോ പെട്ടെന്നാണ് അബദ്ധം പറ്റിയും പോയി, വായിന്ന് വീണും പോയി. എന്താ അതിന് റീസൺ പറയുന്നത്? അല്ല, അത് പിന്നെ അച്ഛന് എന്തോ വയറിന് നല്ല സുഖമില്ല എന്ന് പറഞ്ഞു. എന്നോട് മെഡിസിൻ വാങ്ങാൻ പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. നന്ദുവാണ് അന്തം വിട്ട് നിൽക്കുവാണ്. നന്ദുവിന് എന്നാന്ന് പോലും മനസ്സിലായില്ല. ഈ സമയത്ത് എനിക്ക് മനസ്സിലായി, ഒരു പക്ഷേങ്കിൽ ആന്റി ഇനി കള്ളത്തരം പറയുന്നതാണ് തന്റെ മുന്നിൽ. ഇനിയിപ്പൊ നന്ദുവിനെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകാനായിട്ട് ജലജ നോക്കി നിൽക്കുക. എവിടെയായാലും എന്തായാലും വീണ് കിട്ടുവാണെങ്കിൽ കല്യാണം മുടക്കാലോ. അങ്ങനെ ഒരു അവസരത്തിനായിട്ട് വേണ്ടി നോക്കി നിൽക്കുക. ഇത് മനസ്സിലാവുകയും ചെയ്തു കനയ്ക്ക്. ഈ സമയത്താണ് ഗോവിന്ദന്റെ അതിലൂടെ വരുന്നത്. ഗോവിന്ദനെ കണ്ടെന്ന് പെട്ടെന്ന് അനി എന്തിനു ചോദിച്ചു, അല്ല അങ്കിളിന് എന്തു പറ്റി? എന്തോ വയ്യായിക ഉണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? അല്ല ആന്റി പറഞ്ഞു അങ്കിൾ എന്തോ വയ്യായിക ഉണ്ട്, വയറുവേന മറ്റോ ഉണ്ടെന്ന്. എനിക്കൊരു കുഴപ്പമില്ലെന്നോ. പെട്ടെന്ന് കനക കണ്ണടച്ച് കാണിക്കുകയാണ്. ഗോവിന്ദണ്ടല്ലേ പറഞ്ഞ വയറിനകത്ത് വേദനയുണ്ട്, മെഡിസിൻ വാങ്ങിക്കുന്ന കാര്യം, നന്ദുവിനെ വിട്ട് മെഡിസിൻ മേടിപ്പിക്കുന്ന കാര്യം. അങ്ങനെ കണ്ണടച്ച് കാണിച്ചപ്പോൾ തന്നെ ഗോവിന്ദന്റെ കാര്യം മനസ്സിലായി. പെട്ടെന്ന് ഗോവിന്ദൻ പറഞ്ഞു, ആ ശരിയാ ഞാനിത് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയെന്ന് പറയാം. ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഓർത്തേന്ന് പറയാം. എന്നാ ശരി നന്ദു, നീ പോയി മെഡിസിൻ വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ നന്ദുവിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ജലജിക്ക് വല്ലാത്ത സംശയം, എന്തോ അതിനിടയ്ക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ, എന്താന്നോട്ട് മനസ്സിലാവുന്നില്ല. അപ്പോഴൊക്കെ ദേവേനി വല്ലാത്തൊരവസ്ഥ നടക്കുവാണ്. ദേവേനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഫുഡിന്റെ ആണ് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ദേവേനി എന്ത് ചെയ്യാണ്, അവിടെ നിന്നിട്ട് പെട്ടെന്ന് ഒമിറ്റ് ചെയ്യാനായിട്ടും കൊണ്ട് പോവാ. നയന ഇത് കണ്ടു. നയന പെട്ടെന്ന് ആ പുറകെ അങ്ങോട്ട് ചെല്ലുവാണ്. നോക്കിയപ്പം ദേവേനി ഭയങ്കര ഛർദ്ദിയാ. നയന പെട്ടെന്ന് പുറമൊക്കെ തിരുമ്മി കൊടുക്കുവാണ്. ദേവേനി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലാതെ അങ്ങനെ പുറമെല്ലാം തിരുമ്മി കൊടുത്തതിന് ശേഷം ബെഡിൽ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, അമ്മ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, ലൈം ജ്യൂസ് എടുത്തോണ്ട് കൊടുക്കുക. അല്ല ഞാൻ ലൈം ജ്യൂസിന്റെ കാര്യം നിന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് നീ എവിടുന്ന ഇത് എടുത്തോണ്ട് വന്നെന്ന് ചോദിക്കുക. അതെ, ഞാൻ അമ്മേനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറെ സമയമായിട്ട്. അമ്മയ്ക്ക് എന്തോ ഒരു വിഷമമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഇനിയിപ്പോ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും വിഷമിക്കുമെന്ന് കരുതിയല്ലേ അമ്മ ആരോടൊന്നും പറയാതെ ഇങ്ങനെ നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ ലൈം ജ്യൂസ് ആയിട്ട് ഇങ്ങോട്ട് വന്നേ. അമ്മ ഒരു കാര്യം ചെയ്യും, ഇത് കുടിച്ചിട്ട് ഇവിടെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ പറയാണ്. അങ്ങനെ ദേവേനെ ഇത് കുടിച്ചിട്ട് അവിടെ കിടക്കുകയാണ്. അതെ, ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തേക്കാം, അമ്മ ഇച്ചിരി കുറഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി, ഇച്ചിരി കഴിയും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടിക്കേറി വരാമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവാ. ഈ സമയം ദേവേനെ മനസ്സിലാക്കുക നയനയുടെ മനസ്സിന്റെ, അവൾ എത്രമാത്രം എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം എല്ലാവരും കരുതലുണ്ട്. കാരണം ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും അവൾ അത്രമാത്രം ഈ വീട്ടിലുള്ള എല്ലാവരും സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരാളുടെ മുഖം ഒന്ന് മാടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ തന്റെ മക്കളോ അല്ലെങ്കിൽ തന്റെ മകനോ ഭർത്താവ് പോലും തനിക്കിങ്ങനെ വിഷമമാണെന്ന് മനസ്സിലാക്കില്ല. പക്ഷെങ്കിൽ അവള് തന്റെ മുഖത്തെ ആ ഫീലിങ്സും തന്റെ ശരീരചേഷ്ടയെ കണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ദേവേനിക്ക് വല്ലാത്തൊരു സങ്കടം വരുവാണ്. അങ്ങനെ ദേവേനെ അവിടെ ബെഡിൽ അങ്ങോട്ട് കിടക്കണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കും നമുക്ക് കണ്ടറിയണം. കല്യാണമാണ്. അനാമികയും നന്ദു നമ്മളുടെ അനാമിക അനിയും തമ്മിലുള്ള വിവാഹം നടക്കുവോ, നന്ദു എന്തെങ്കിലും ഇടച്ചിലായിട്ട് പ്രശ്നങ്ങളായിട്ട് ഇടയ്ക്കേക്ക് കയറി വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.